ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു സിനിമയ്ക്ക് 200 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു സംവിധായകൻ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബോളിവുഡിലെ സൂപ്പർ താരങ്ങളായ ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും പോലും സ്വപ്നം കാണാൻ മടിക്കുന്ന പ്രതിഫലമാണിത്. എന്നാൽ ഈ അത്ഭുത പ്രതിഭാസം മറ്റാരുമല്ല, ഇന്ത്യയിലെ ഇതിഹാസ സംവിധായകൻ SS രാജമൗലിയെക്കുറിച്ചാണ്. തെലുങ്ക് സിനിമയുടെ അതിരുകൾ ഭേദിച്ച് ബാഹുബലി എന്ന ഒറ്റ ചിത്രത്തിലൂടെ രാജ്യം മുഴുവൻ ആരാധകരെ നേടിയെടുത്ത ഈ സംവിധായകൻ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകരിൽ ഒരാളാണ്. ബാഹുബലിയുടെ രണ്ടാം വരവ് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചപ്പോൾ രാജമൗലിയുടെ താരമൂല്യവും കുതിച്ചുയർന്നു. പിന്നീട് പുറത്തിറങ്ങിയ RRR പാശ്ചാത്യ ലോകത്ത് പോലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഈ വിജയഗാഥ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിലും പ്രതിഫലിച്ചു. അദ്ദേഹം ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് ഏകദേശം 200 കോടിക്കടുത്താണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. സിനിമയുടെ ലാഭവിഹിതം, വിതരണാവകാശത്തിൽ നിന്നുള്ള ബോണസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സിനിമയുടെ കളക്ഷൻ കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് വരുമാനവും വർദ്ധിക്കും. RRRൽ നിന്നും മാത്രം അദ്ദേഹം നേടിയത് 200 കോടി എന്നാണ് റിപ്പോർട്ടുകൾ. രാജമൗലിയുടെ ഈ അപ്രമാദിത്യം മറ്റ് ഇന്ത്യൻ സംവിധായകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. അദ്ദേഹത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് സന്ദീപ് റെഡ്ഡിയും പ്രശാന്ത് നീലുമാണ്. 90 കോടി രൂപയാണ്. ബോളിവുഡ് സംവിധായകൻ രാജ്കുമാർ ഹിറാനി 80 കോടി രൂപയുമായി തൊട്ടുപിന്നിലുണ്ട്. സുകുമാർ, സഞ്ജയ് ലീല ബൻസാലി, ലോകേഷ് കനകരാജ്, സിദ്ധാർത്ഥ് ആനന്ദ് തുടങ്ങിയ പ്രമുഖ സംവിധായകർ 40 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ.